തിരുവനന്തപുരം ഇനിയാണ് ശരിക്കും സ്മാർട്ടാകാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡുകൾ സ്മാർട്ടാവുകയാണ്. വൈദ്യുതി ലൈൻ ഉൾപ്പെടെ എല്ലാ കേബിളുകളും ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ചുകൊണ്ട് മനോഹരമായ നടപ്പാതകളും ലൈറ്റുകളും സൈക്കിൾ വേയും ഒക്കെ സാധ്യമാക്കുന്ന അത്യാധുനികമായ 12 സ്മാർട്ട് റോഡുകളാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ സ്മാർട്ട് റോഡിലെ നടപ്പാതയിലൂടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരൊറ്റ ഇലക്ട്രിക് പോസ്റ്റ് പോലും ഇല്ല. യെസ്, നമ്മുടെ ഫോൺ കേബിളുകളും ഇലക്ട്രിസിറ്റി കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഒക്കെ പോകുന്നത് ഈ നടപ്പാതയുടെ അടിയിലൂടെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാറുള്ള ആധുനിക ശൈലിയിലാണ് നമ്മുടെ സ്മാർട്ട് റോഡ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് രാത്രികാലത്ത് വൈബടിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം വീതി റോഡും കലാഭവൻ മണി റോഡും ആദ്യം പൂർത്തിയായ സ്മാർട്ട് റോഡുകളാണ്. കരാറുകാരുടെ അനാസ്ഥ മൂലം തിരുവനന്തപുരം സ്മാർട്ട് റോഡുകളുടെ പ്രവർത്തനം നിന്നുപോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് നഗരവാസികളെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ റോഡുകൾ ഓരോ കരാറുകാർ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുകയുണ്ടായി. നേരത്തെ ഇതൊരൊറ്റ കരാറായിരുന്നു. ഇതിലൂടെയാണ് നമ്മളിപ്പോൾ കാണുന്ന സ്മാർട്ട് റോഡുകൾ യാഥാർത്ഥ്യമായത്. പ്രധാന പ്രവർത്തികൾ പൂർത്തിയാക്കി ഉടനെ റോഡുകൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 12 സ്മാർട്ട് റോഡുകളിൽ 2 എണ്ണം പൂർണ്ണമായും പ്രവർത്തനം പൂർത്തിയാക്കി. യൂണിവേഴ്സിറ്റി കോളേജ് റോഡും സ്പെൻസർ ജംഗ്ഷൻ റോഡും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡും നോർക്ക ഗാന്ധി ഭവൻ റോഡിൻ്റെയും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുപോലെ സ്മാർട്ട് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നമ്മുടെ റോഡുകളെല്ലാം അടിപൊളിയാവുകയാണല്ലേ? യെസ്, തലസ്ഥാന നഗരി സ്മാർട്ട് ആവുകയാണ്.